കാർഷിക വിളകളുടെ വളർച്ചയ്ക്കും ഉൽപ്പാദന മികവിനും വളപ്രയോഗത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. NPK ഉൾപ്പെടുന്ന പ്രാഥമിക മൂലകങ്ങൾ, സെക്കൻഡറി ആയിട്ടുള്ള മൂലകങ്ങൾ, ടേർഷറി ആയിട്ടുള്ള മൂലകങ്ങൾ, അല്ലെങ്കിൽ പ്രാഥമിക മൂലകങ്ങൾ, ദ്വിതീയ മൂലകങ്ങൾ, തൃതീയ മൂലകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ്, ഇങ്ങനെ വിവിധ തലത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ മൂലകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയെയും ഉൽപ്പാദന മികവിനെയും സഹായിക്കുന്നു. അത്തരത്തിൽ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നത്തെപ്പറ്റി നമുക്കിന്ന് മനസ്സിലാക്കാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട്, അപ്ടെക് ലിമിറ്റഡ്. സസ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമാണ് NPK അഥവാ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഇവ മൂന്നും പ്രത്യേക അനുപാതത്തിൽ സംയോജിപ്പിച്ച ഉൽപ്പന്നമാണ് അപ്ടെക് സൂപ്പർ മീൽ. നൈട്രജൻ പൊതുവെ സസ്യങ്ങളുടെ അന്നജ നിർമ്മാണ പ്രക്രിയയെ സഹായിക്കുന്നു, ഇലകളുടെ വളർച്ചയെ സഹായിക്കുന്നു. ഫോസ്ഫറസ് സസ്യങ്ങളുടെ വേരുപടലങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും പൂവിടാനും കായ്ക്കാനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പൊട്ടാസ്യം സസ്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്നു. അപ്ടെക് സൂപ്പർ മീൽ മണ്ണിൽ ചേർക്കുന്നത് വഴി വേഗം മണ്ണിൽ ലയിക്കുകയും സസ്യങ്ങൾക്ക് ഈ പോഷകങ്ങളെല്ലാം ലഭ്യമാകുകയും കായിക വളർച്ചയും ഉൽപ്പാദന മികവും കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അപ്ടെക്കിൻ്റെ ലാബിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീവാണുക്കളുടെ കൺസോർഷ്യം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ, ഏറ്റവും മികച്ച സമ്പൂർണ്ണ ജൈവവളം. അപ്ടെക് സൂപ്പർ മീൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ടെക്കിൻ്റെ ഈ ഗ്യാരണ്ടി കാർഡുള്ള സൂപ്പർ മീൽ വേണം വാങ്ങി ഉപയോഗിക്കുക. അപ്ടെക് സൂപ്പർ മീൽ തടത്തിൽ കൊടുക്കേണ്ടത് സസ്യങ്ങളുടെ വിവിധ വളർച്ചാ ഘട്ടങ്ങളെ ആശ്രയിച്ചാണ്. പച്ചക്കറി പോലുള്ള വിളകൾക്ക് 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെയും, ദീർഘകാല വിളകളായിട്ടുള്ള തെങ്ങ്, ജാതി പോലുള്ള വിളകൾക്ക് 5 കിലോഗ്രാം വരെയും തടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തടത്തിൽ ചേർത്ത് കൊടുത്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവ മണ്ണോട് ലയിച്ചു ചേരുകയും ഇവയിലുള്ള പോഷകങ്ങളെല്ലാം സസ്യങ്ങൾ പൂർണ്ണ രൂപത്തിൽ വലിച്ചെടുക്കുകയും അവയുടെ ഗുണം ഉൽപ്പാദന മികവിലൂടെ സസ്യങ്ങൾ കാണിച്ചു തരികയും ചെയ്യും.